മദ്രസയിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. ആ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു കടൽ കാണണമെന്നുള്ളത്. ഒരു ദിവസം ഉപ്പയോട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് ഉപ്പ കടൽ കാണിച്ചു തരുമോ? ഉപ്പ പറയും, ശരി മോളെ, നാളെ കാണിച്ചു തരാം. അങ്ങനെ ആ കുട്ടിക്ക് സന്തോഷമായി. എങ്ങനെയെങ്കിലും നാളെയാകാൻ ആ കുട്ടി കാത്തു നിന്നു. അങ്ങനെ നാളെയായി. ഉപ്പയുടെ റൂമിലേക്ക് ആ കുട്ടി ഓടി. റൂമിൻ്റെ വാതിൽ തുറക്കുന്ന സമയത്ത് ആ കുട്ടി ഉപ്പയെ കാണുന്നില്ല. ഉപ്പ വാഗ്ദാനം ചെയ്താൽ ലംഘിച്ചു. ഉപ്പ കളവ് പറഞ്ഞു. ആ കുട്ടിക്ക് ഉസ്താദ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, ഇദാ ഹദ്ദസ കദബ വ ഇദാ വഅദ അഖ്ലഫ്. സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക എന്നുള്ളത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ് എന്നുള്ളത്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. എന്നാൽ നമ്മൾ കാരണം നമ്മുടെ കുട്ടി കളവ് നടത്തുന്നു, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഉപ്പ ആ വാക്ക് ലംഘിച്ചത് മുതൽ ആ കുട്ടി മനസ്സിലാക്കുന്നത് ഈ കാര്യം എക്സാമിന് എഴുതാനാണ്, ജീവിതത്തിൽ പകർത്താനുള്ളതല്ല എന്നതാണ്. ഓർക്കുക, മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലം സ്വന്തം കുട്ടി കേടുവരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നിറവേറ്റേണ്ടതുണ്ട്. അതല്ലെങ്കിൽ കുട്ടി ചീത്ത വരും, അതിനുള്ള കാരണം നമ്മളായിരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്താൽ അത് നിറവേറ്റുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.